നമസ്കാരം. അംചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue. പ്രധാന വാർത്തകൾ. മുംബൈയിൽ തൊഴിലാളികളുടെ പോരാട്ട ഭൂമിയായി വീണ്ടും ആസാദ് മൈതാൻ. ആയിരക്കണക്കിന് BD പവർലൂം തൊഴിലാളികൾ പങ്കെടുത്ത സമരനിരയിൽ ഭൂരിപക്ഷവും വനിതാ തൊഴിലാളികൾ. രാജ്യത്ത് കുതിച്ചുയരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ NCP ശരത് പവാർ പക്ഷത്തിന്റെ പ്രതിഷേധ സമരം. നവി മുംബൈയിൽ നടന്ന പ്രതീകാത്മക സമരത്തിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മഹാരാഷ്ട്ര സർക്കാരിന്റെ ലാഡ്കി ബഹൻ യോജനയിൽ നിന്ന് 80 ലക്ഷം വനിതകളെ ഒഴിവാക്കിയ നടപടിയിൽ കടുത്ത വിമർശനം. അർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മുംബൈയിൽ മലയാളി യുവാവിനെ 9 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തി. നഗരത്തെ ഞെട്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റ്. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. മറുനാട്ടിലെ മലയാള ഭാഷ. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുമായി സംബന്ധിച്ച് മുംബൈ മലയാളി. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര സർക്കാരിന്റെ ജനപ്രിയ ക്ഷേമ പദ്ധതി ലാഡ്കി ബഹൻ യോജനയിൽ നിന്ന് 80 ലക്ഷം വനിതകളെ ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഘട്ടം ഘട്ടമായി ചുരുക്കുകയാണെന്ന് പ്രതിപക്ഷ ആരോപണം. അതേസമയം അർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നും പരിശോധനയിലെ യോഗ്യതയില്ലാത്തവരെയാണ് കണ്ടെത്തിയതെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയുടെ ലാഡ്കി ബഹൻ യോജനയുടെ ഗുണഭോക്തൃ പട്ടിക 2.4 കോടിയിൽ നിന്ന് ഏകദേശം 1.7 കോടിയായി കുറഞ്ഞതോടെയാണ് വിവാദം ഉയർന്നത്. KYC നടപടികൾ പൂർത്തിയാക്കാത്തവരും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുമാണ് പട്ടികയിൽ നിന്ന് ഒഴിവായതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. निकषांप्रमाणे अर्ज आहेत की नाही याची माहिती द्यावी लागते आणि म्हणूनच योजना सुरू झाल्यानंतर आपण त्याचं KYC सुरू केलं आणि वेगवेगळे जे डेटाबेस होते त्याच्याशी कंपॅरिझन सुरू केलं. ഇതിനായി ഗുണഭോക്താക്കൾക്ക് 8 മാസത്തെ സമയം നൽകിയിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. പരിശോധനയിൽ 14,000 പുരുഷന്മാരും 5 ലക്ഷം സർക്കാർ ജീവനക്കാരും 10 ലക്ഷം ആദായ നികുതിദായകരും ലക്ഷക്കണക്കിന് വാഹന ഉടമകളും പദ്ധതിക്ക് അർഹരല്ലെന്ന് കണ്ടെത്തിയെന്നും ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി. 14,000 ज्या पुरुषांनी पैसे घेतलेले आहेत त्यांच्याकडनं मात्र पैसे हे वसूल केले जातील. അതേസമയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനാണ് ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് 8 ദശലക്ഷം സ്ത്രീകൾ പദ്ധതിക്ക് യോഗ്യരല്ലെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത്. ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് NCP ശരത് പവാർ പക്ഷ നേതാവ് സുപ്രിയ സുലെ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പോൾ ഘട്ടം ഘട്ടമായി ചുരുക്കുകയാണെന്നും വിമർശനമുയർന്നു. എന്നാൽ അർഹരായ ഒരു സ്ത്രീയെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയില്ലെന്നും പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും അന്തിമ ഗുണഭോക്തൃ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുമാണ് സർക്കാർ നിലപാട്. देशातल्या कुठल्याही योजनेपेक्षा आजही सर्वात मोठी योजना ही महाराष्ट्राची आहे. आजही देशामध्ये एवढा लाभ 1,70,00,000 कुठलंच राज्य देत नाही जे महाराष्ट्र देत आहे. മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകളിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ മുംബൈ ആസാദ് മൈതാനിയിൽ സംഘടിപ്പിച്ച CITU ത്രിദിന ധർണയിൽ അണിനിരന്നു. തൊഴിൽ സുരക്ഷ, സ്ഥിരം നിയമനം, മെച്ചപ്പെട്ട വേതനം, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ മുംബൈ ആസാദ് മൈതാനിയിൽ സംഘടിപ്പിച്ച CITU നേതൃത്വത്തിലുള്ള ത്രിദിന ധർണയിൽ പങ്കെടുത്തു. അങ്കണവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, ഉച്ചഭാഷണ പദ്ധതി ജീവനക്കാർ, പവർലൂം തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് പ്രതിഷേധത്തിൽ അണിചേർന്നത്. തൊഴിലാളികളുടെ സ്ഥിരം നിയമനം, തൊഴിൽ സുരക്ഷ, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ, മെച്ചപ്പെട്ട വേതനം, തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. രാജ്യത്തിന്റെ വികസനത്തിൽ തൊഴിലാളികളുടെ നിർണായക പങ്ക് ചൂണ്ടിക്കാട്ടിയ നേതാക്കൾ തൊഴിലാളികളെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കും ചൂഷണത്തിലേക്കും തള്ളിവിടുന്ന നയങ്ങളെ വിമർശിച്ചു. സ്കീം തൊഴിലാളികൾക്ക് സർക്കാർ ജീവനക്കാരുടെ പദവി നൽകുക, പ്രതിമാസം 30,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, PF, ESI, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവ അനുവദിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, 4 തൊഴിൽ കോഡുകളും പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കുതിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതായി ആരോപിച്ച് NCP ശരത് പവാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നവി മുംബൈയിൽ നടന്ന പ്രതീകാത്മക സമരത്തിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വാഷിയിലെ സിഡ്കോ എക്സിബിഷൻ സെന്ററിന് മുന്നിൽ നടന്ന സമരത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ച രോഹിത് പവാർ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചു. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതിനായി തെരുവിൽ അടുപ്പ് കത്തിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക സമരവും സംഘടിപ്പിച്ചു. MP സുപ്രിയ സുലെ, മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷൻ ശശികാന്ത് ഷിൻഡെ, MLA ജിതേന്ദ്ര അവാർഡ് എന്നിവരടക്കമുള്ള പ്രമുഖ നേതാക്കൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.
ഭാരത് ടാക്സി ആപ്പുമായി മഹാരാഷ്ട്ര സർക്കാരും. ഓല, ഊബർ, റാപ്പിഡോ എന്നീ സ്വകാര്യ ആപ്പ് അധിഷ്ഠിത ടാക്സികളുടെ കുത്തക അവസാനിപ്പിക്കാൻ സഹകരണാടിസ്ഥാനത്തിൽ ഭാരത് ടാക്സി ആപ്പുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നു. സ്വകാര്യ ആപ്പ് അധിഷ്ഠിത ടാക്സികളുടെ കുത്തക അവസാനിപ്പിക്കാനാണ് സഹകരണാടിസ്ഥാനത്തിൽ ഭാരത് ടാക്സി ആപ്പുമായി മഹാരാഷ്ട്ര സർക്കാരും രംഗത്തെത്തുന്നത്. പദ്ധതിക്കായുള്ള നിയമപരമായ മാർഗരേഖകൾ അടിയന്തരമായി തയ്യാറാക്കാൻ ഗതാഗത വകുപ്പിന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നിർദ്ദേശം നൽകി. ടാക്സി ഡ്രൈവർമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും സ്ഥിരവരുമാനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിൽ ചേർന്ന യോഗത്തിലാണ് ഭാരത് ടാക്സി എന്ന പേരിലറിയപ്പെടുന്ന സേവനത്തിന് അംഗീകാരം നൽകാൻ തീരുമാനമായത്. പദ്ധതിയുടെ ആദ്യഘട്ട സേവനം മുംബൈയിൽ ആരംഭിക്കും. തുടർന്ന് പൂനെ, നാഗ്പൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കും ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും. അതിൻ്റെ പ്രതിയായിരിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പോലീസിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, അവരെ അപേക്ഷിക്കുന്നത്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഓരോ കല്ലിലും സ്വപ്നത്തിന്റെ സ്പന്ദനം, രൂപരേഖയിൽ വിശ്വാസത്തിന്റെ മിനുക്ക്. കാലം കടന്നാലും മങ്ങാത്ത ചാരുത, മനസ്സിൽ പതിയുന്ന വിശ്വാസം. Azure Builders, building beyond blue. മുംബൈയിൽ വ്യത്യസ്ത മേഖലകളിൽ വിജയം കൈവരിച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഇവരോടൊപ്പമുള്ള സംവാദ പരിപാടിയിലെ സെലിബ്രിറ്റി ഗസ്റ്റായി എത്തുന്നത് സിനിമ, ടെലിവിഷൻ മേഖലയിലെ പ്രശസ്ത താരം അനീഷ് രവിയാണ്. അലകടലിൻ തോണിയിലേറി മീൻ പിടിക്കാൻ പോകുമ്പോ മഹാനഗരത്തിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അംഷി മുംബൈ എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ.